എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. വളരെ ഹെൽത്തിയാണ്. അപ്പോൾ ഈ ദോശ കണ്ടോ, ഈ പച്ച കളറിലുള്ള ദോശ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് റെസിപ്പിയിൽ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും റെസിപ്പി ഒന്ന് കണ്ടു നോക്കും. നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഈ ദോശയ്ക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 3/4 ഗ്ലാസ് പച്ചരി കേട്ടോ. 3/4 ഗ്ലാസ് പച്ചരി, അതുപോലെ തന്നെ ഈ ഗ്ലാസ്സിന് ഒരു 1/4 ഗ്ലാസ് ചെറുപയർ കേട്ടോ. പിന്നെ ഇത് രണ്ടും കൂടി ചേർത്തിട്ട് നമുക്ക് കുതിർക്കാടുക്കാം. കുതിർക്കാട്ടിട്ട് ഉണ്ടാക്കേണ്ട ദിവസം കാലത്താണ് നമുക്കിത് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ അളവിൻ്റെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്രിസ്പി ആയിട്ടുള്ള ദോശ വേണമെന്നുണ്ടെങ്കിൽ അരിയുടെ അളവ് കൂട്ടി ചെറുപയറിൻ്റെ അളവ് കുറച്ചെടുക്കുക. അല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ വേണമെന്നുണ്ടെങ്കിൽ ചെറുപയറിൻ്റെ അളവ് കൂട്ടിയിട്ട് അരിയുടെ അളവ് കുറച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോരുത്തരും അവനവന് ഇഷ്ടത്തിനനുസരിച്ച് മെഷർമെൻറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കാൻ നോക്കുക. നമ്മൾ ഇന്നലെ വൈകുന്നേരം കുതിർക്കാനിട്ട് വെച്ച പച്ചരിയും ചെറുപയറാണ് കേട്ടോ. ഇത് സാധാരണ ദോശമാവ് അരയ്ക്കണ പോലെ തന്നെ നമുക്ക് അരച്ചെടുക്കാം. കുറേശ്ശെ ഇട്ടിട്ട് അരച്ചെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ വളരെ കുറച്ച് അരി ഇട്ടിട്ടുള്ളൂ, അത് കാരണം കൊണ്ട് തന്നെ എനിക്ക് ഒറ്റ ട്രിപ്പിന് അരച്ച് ചേർക്കും. അപ്പോൾ അത് അരച്ചെടുക്കട്ടെ. ഇതിൻ്റെ കൂടെ നമുക്ക് ചേർക്കേണ്ട സാധനങ്ങളുണ്ട്. അതായത് നല്ല മണം കിട്ടാനായിട്ട് നമ്മളിത് അരയ്ക്കണ സമയത്ത് കണ്ടോ ഒരു 2-3 ചെറിയ ഉള്ളി ചേർക്കുക. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. കൂടുതലാവരുത്, കൂടുതലായിട്ടുണ്ടെങ്കിൽ ഇഞ്ചിയുടെ കുത്തു വരും. അപ്പോൾ ചെറിയ ഒരു കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ 2 പച്ചമുളക് ഇത് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് നൈസായിട്ട് ഇത് അരച്ചെടുക്കാം. അപ്പോൾ ശരി, അരച്ചെടുത്തിട്ട് കാണിച്ചു തരാം. മാവൊക്കെ നന്നായി അരച്ചെടുത്തു. സാധാരണ നമ്മുടെ ദോശമാവിൻ്റെ അതേ രൂപത്തിൽ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. 2 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, 2 ഉള്ളി, ചെറിയ ഉള്ളി ഇട്ടുണ്ട് കേട്ടോ, 2 അല്ലി. അപ്പോൾ അതും കൂടി നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് സാധാരണ ദോശ ഉണ്ടാക്കുന്ന പോലെ തന്നെ ദോശക്കല്ല് ചൂടാക്കുക. അതിൻ്റെ ചൂടൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു തള്ളി പരത്തി കൊടുക്കാം. മാവ് ഒഴിച്ചു കൊടുക്കാം. ഓരോരുത്തരും അവനവൻ്റെ ആവശ്യത്തിന് വലുപ്പത്തിൽ, അതായത് വലിയ ദോശ വേണമെങ്കിൽ വലുതായി പരത്തിയെടുക്കുക, അതുപോലെ തന്നെ ചെറുത് വേണമെങ്കിൽ ചെറുത്. പിന്നെ കല്ലിൽ നമ്മൾ എണ്ണ കൊണ്ട് തടവിയാലും നമ്മൾ ഇതിൽ ഒഴിച്ചു കൊടുക്കേണ്ടത്, മുകളിൽ കൂടെ തടവി കൊടുക്കേണ്ടത്, ദോശയുടെ മുകളിൽ കൂടെ ഒഴിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ നെയ്യാണ് കേട്ടോ. അപ്പോൾ അത് നന്നായി കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്ത് ഇനി 2 ഭാഗം നന്നായിട്ട് മൊരിച്ചെടുക്കുക. ദോശയുടെ ഒരു ഭാഗമൊക്കെ നന്നായി മൊരിഞ്ഞു വന്നു. നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. വേണമെങ്കിൽ ഒരു തുള്ളി നെയ്യ് അപ്പോഴും ഇതാക്കി കൊടുക്കുക. അതൊക്കെ അവനവൻ്റെ ഇഷ്ടത്തോ കേട്ടോ. അതായത് നെയ്യിൻ്റെ ഫ്ലേവർ അത്ര ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഇവിടെ എനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് ഒരു ലേശം ഇപ്പുറത്തും തടവി കൊടുക്കുക. 2 ഭാഗം നന്നായി മൊരിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ മൊരിച്ചെടുക്കട്ടെ, എന്നിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെക്ക് ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഉള്ളിച്ചമ്മന്തി, അതായത് ചെറിയ ഉള്ളി വറുത്തരച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ഉള്ളിച്ചമ്മന്തി, അതുപോലെ തന്നെ നാളികേര ചട്നി, ചുവന്ന മുളക് കൊണ്ട് അരച്ചിട്ടത് ചുവന്ന ചട്നി. ഇതാണ് ഇതിൻ്റെ കോമ്പിനേഷൻ. ഇതിൽ ഏതെങ്കിലും ഒന്ന് മതി. ഞാൻ ഇപ്പോൾ 2 ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൽ ഉപയോഗിക്കുന്ന ചെറുപയറിൻ്റെ അളവ് ഞാൻ പറഞ്ഞല്ലോ, കൂടുതൽ ഉപയോഗിച്ചാൽ സോഫ്റ്റ് ആയിട്ടുള്ള ദോശ കിട്ടും. അരി കൂടുതൽ ഉപയോഗിച്ച് ചെറുപയർ കുറച്ചാക്കിയാൽ ക്രിസ്പി ആയിട്ടുള്ള ദോശ കിട്ടും. അത് അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കാം. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളതും അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഡിഫറെൻ്റ് ആയിട്ടുള്ള ദോശ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നവർ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കൂടി ചെയ്യാം. ശരി, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും വീണ്ടും നന്ദി, നമസ്കാരം.